ഹലോ എവ്രി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ക്ലോറോഫൈസിൻ മെമ്പറിനെ പറ്റി പഠിക്കാം. ഈഡഗോണിയം. ഇവിടെ ഓ സൈലൻ്റ് ആണ് കേട്ടോ. ഈ തൊട്ടാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇറ്റ് ബിലോങ്സ് ടു ദ ക്ലാസ് ക്ലോറോഫൈസിയെ, ഓർഡർ ഈഡഗോണിയേഴ്സ് ആൻഡ് ഫാമിലി ഈഡഗോണിയേസിയെ. അപ്പോൾ ഇത് ഈഡഗോണിയത്തിൻ്റെ ഒരു പിക്ചറാണ്. ഈഡഗോണിയത്തിൻ്റെ പ്ലാൻ ബോഡി ഒരു ഫിലമെൻറ്റസ് ആണ്. ഈഡഗോണിയത്തിൻ്റെ പ്ലാൻ ബോഡി ഫിലമെൻറ്റസ് ആണ്. അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ബേസൽ സെൽ വന്നിട്ട് ഒരു പ്രത്യേക രീതിയിലാണ് ഇരിക്കുന്നത്, ആകൃതിയിലാണ് കാണപ്പെടുന്നത്. ഈ ബേസൽ സെല്ലിന് പറയുന്ന പേര് ഹോൾഡ് ഫാസ്റ്റ് സെൽ അഥവാ റൈസോയിഡൽ സെൽ എന്നാണ്. ഇതിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗം ഡിസ്ക് പോലെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫൂട്ട് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്ക് വെച്ചിട്ടാണ് അത് സബ്സ്ട്രേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ മേളിൽ കാണിച്ചിരിക്കുന്ന സെല്ലെന്ന് പറയുന്നത് സെൽസ് ആണ്. അപ്പോൾ ഇതിൽ ഈ ഈഡഗോണിയത്തിൻ്റെ സെല്ലിൻ്റെ പ്രത്യേകത അത് ഇലോങ്ങേറ്റഡ് ആണ്. ഓക്കെ. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത ക്ലോറോപ്ലാസ്റ്റിലാണ്. ക്ലോറോപ്ലാസ്റ്റ് റെറ്റിക്കുലേറ്റഡ് ആണ്, എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് പോലെയാണ് ഇരിക്കുന്നത് ക്ലോറോപ്ലാസ്റ്റ്. പിന്നെ ഇതിൻ്റെ സെൽ വോള് 3 ലെയേർഡ് ആണ്. ഔട്ടർ മോസ്റ്റ് ലെയർ കൈറ്റിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, മിഡിൽ ലെയർ പെക്റ്റിൻ കൊണ്ടും ഇന്നർ ലെയർ സെല്ലുലോസ് കൊണ്ടും. അപ്പോൾ കൈറ്റിൻ കൊണ്ടുള്ള സെൽ വോള് നമുക്ക് ഫംഗസിലും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫംഗൽ സെൽ വോളിൻ്റെ ഒരു പ്രത്യേകതയാണ് അതിൽ കൈറ്റിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ആൽഗയിലും കൈറ്റിൻ മെറ്റീരിയൽ ഉണ്ട്. ഇനി പൈറനോയിഡ്സ് ആണ് ഇവിടെ റൗണ്ട് ഷേപ്പിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും ഈഡഗോണിയത്തിൻ്റെ ഒരു ഫുൾ ലെങ്ത് പിക്ചറും. പിന്നെ ബി എന്ന് പറയുന്നത് ഒരു സെല്ല് മാഗ്നിഫൈ ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ എ എന്ന് പറയുന്ന പിക്ചർ നോക്കൂ. ഈഡഗോണിയമാണെന്ന് തിരിച്ചറിയാനായിട്ട് അതിൻ്റെ എപ്പിക്കൽ ആൻഡ് ബേസൽ സെൽസ് നോക്കിയാൽ മതി. ബേസൽ സെല്ലിനെ പറ്റി ഞാൻ പറഞ്ഞു, ഫ്ലാറ്റൻ ഡിസ്ക് പോലെ ഇരിക്കും. അതുപോലെ തന്നെ മേളിലത്തെ സെല്ല് ടെർമിനൽ സെൽ എന്ന് പറയും. ആ സെല്ല് കേർവ് ചെയ്താണ് കാണപ്പെടുന്നത്, ഒരു സർക്കുലർ ഫോമിലാണ് കാണപ്പെടുന്നത് കണ്ടോ. പിന്നെ ഇതിൻ്റെ മറ്റ് പ്രത്യേകതകളൊക്കെ ഞാൻ പറഞ്ഞു. വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി, അത് ബിയിൽ നോക്കൂ. ബിയിൽ ഒരു സിംഗിൾ സെല്ലാണ് കാണിച്ചിരിക്കുന്നത്. ആ സെല്ലിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ക്യാപ്സ് ഉണ്ടായിരിക്കും. ക്യാപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊപ്പി പോലെ വെളിയിലേക്ക് ഇതുപോലെ തള്ളി നിൽക്കുന്ന സ്ട്രയേഷൻസുകളാണ്. അപ്പോൾ ഇവിടെ രണ്ട് സൈഡിലും ഇതുപോലെ തള്ളി നിൽക്കും ക്യാപ്പ് പോലെ. സ്ട്രയേഷൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻസ് ഓർ റിങ്സ് എന്നുള്ള അർത്ഥമാണ് കണ്ടോ. അപ്പോൾ ഈ ക്യാപ്സ് ഉള്ള സെൽസുകളെ നമ്മൾ ക്യാപ്സെൽസ് എന്ന് പറയും. എല്ലാ സെല്ലിലും ക്യാപ്സ് കാണില്ല, ചില സെൽസിലെ ക്യാപ്സ് കാണുകയുള്ളൂ. മാത്രമല്ല ക്യാപ്സ് ഒന്നുകിൽ ടെർമിനൽ പൊസിഷനിൽ കാണും, അല്ലെങ്കിൽ ഇന്റർകാലറി പൊസിഷൻസിൽ കാണും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഒക്കറൻസിനെ പറ്റി നോക്കാം. അപ്പോൾ ഏകദേശം 285ഓളം സ്പീഷീസുകളുണ്ട്. ഫ്രഷ് വാട്ടറിലാണ് ഇത് വളരുന്നത്. ഇത് ചില അക്വാട്ടിക് പ്ലാന്റ്സിൻ്റെ മേളിലും വളരുന്നു. അതിനെ പറയുന്ന പേരാണ് എപ്പിഫൈറ്റിക് പ്ലാന്റ്സ്. പിന്നെ യങ് ഫിലമെൻറ്റ്സ് എപ്പോഴും ഈ സബ്സ്ട്രേറ്റുമായിട്ട് ഹോൾഡ് ഫാസ്റ്റ് കൊണ്ട് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നു. മെച്യൂർ ആവുന്ന ഫിലമെൻറ്റ്സ് ഫ്രീ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ഇനി പ്ലാൻ ബോഡി മൾട്ടി സെല്ലുലാർ ആണ്, അൺബ്രാഞ്ചഡ് ആണ്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ ഫിലമെൻറ്റ് കണ്ടതിലൊന്നും ബ്രാഞ്ചസ് കണ്ടില്ല അല്ലേ. അപ്പോൾ അൺബ്രാഞ്ചഡ് ആണ്, ലോങ് ആണ്, ഹോൾഡ് ഫാസ്റ്റ് ഉണ്ട്. അതിന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ ക്യാപ്സൽസ് ഉണ്ട്, ക്യാപ്സൽസ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി ക്യാപ്സൽസ് എന്താണെന്നും എങ്ങനെയാണ് ക്യാപ്സൽസ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 4 പിക്ചേഴ്സ് കാണിച്ചിട്ടുണ്ട്. ഇത് ഓരോന്നും ഈഡഗോണിയത്തിൻ്റെ ഓരോ സിംഗിൾ സെല്ലാണ്. അതിൽ വരുന്ന ട്രാൻസ്ഫോർമേഷൻസ് എങ്ങനെയാണ് ക്യാപ്സൽസ് ആയിട്ട് മാറുന്നത് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന പിക്ചറിൽ നമുക്കിവിടെ ആ സിംഗിൾ സെല്ല് കാണാം ഈഡഗോണിയത്തിൻ്റെ. അതിൽ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഒരു സൈഡിലേക്കായിട്ടാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത് അല്ലേ. പെരിഫറിയിലാണ് ന്യൂക്ലിയസ് കാണപ്പെടുന്നത്. മാത്രമല്ല അതിൻ്റെ സെൽ വോള് 3 ലെയേഴ്സ് ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ബി എന്ന് പറയുന്ന പിക്ചർ നോക്കൂ. ബി എന്ന് പറയുന്ന പിക്ചറിൽ എന്താണ് വ്യത്യാസം? ന്യൂക്ലിയസിൻ്റെ പൊസിഷൻ മാറി, അത് സെൻട്രലിലേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അതേ സമയത്ത് ഏറ്റവും ഇന്നർമോസ്റ്റ് സെല്ലുലോസ് ലെയറിനകത്തേക്ക് ഒരു അതിൻ്റെ അതായത് ഈ ന്യൂക്ലിയസിന് കുറച്ച് മേളിലായിട്ട് ഇന്നർമോസ്റ്റ് സെല്ലുലോസ് ലെയർ അകത്തേക്ക് വലിഞ്ഞു നിൽക്കുകയാണ്, ഒരു റിങ് പോലെ അകത്തേക്ക് വലിഞ്ഞ് ഇരിക്കുകയാണ്. ഇനി സി എന്ന് പറയുന്ന പിക്ചർ നോക്കൂ. ന്യൂക്ലിയസ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 ഡോട്ടർ ന്യൂക്ലിയ ആയിട്ട് മാറി. അതിൻ്റെ നടുവിലായിട്ട് ഒരു സെൽ വോൾ ഉണ്ടായി, സെപ്റ്റം എന്നാണ് ഇതിന് പറയുന്ന പേര്. എന്നിട്ട് അതിൻ്റെ തൊട്ട് മേളിൽ നേരത്തെ നമ്മൾ കണ്ട സെല്ലുലോസിക് റിങ് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്ത് അകത്തേക്ക് വലിഞ്ഞു നിൽക്കുകയാണ്, റബ്ബർ ബാൻഡ് പോലെ. അതോടൊപ്പം തന്നെ ബാക്കി 2 വോൾ ലെയേഴ്സും പൊട്ടിയിരിക്കുകയാണ് അല്ലെ, ബ്രേക്ക് ആയിരിക്കുകയാണ്. ഇനി ഡി എന്ന് പറയുന്ന പിക്ചർ നോക്കൂ. ഡി എന്ന് പറയുന്ന പിക്ചറിൽ സെപ്റ്റം കുറച്ചുകൂടെ ക്ലിയർ ആയി, 2 ഡോട്ടർ ന്യൂക്ലിയെ 2 വശത്തേക്ക് കുറച്ചും കൂടെ മൂവ് ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ സെല്ലുലോസിക് റിങ് വന്നിട്ട് എക്സ്പാൻഡ് ചെയ്ത് ലെങ്തി ആകാൻ തുടങ്ങി. പിന്നെ വെളിയിൽ പൊട്ടി നിൽക്കുന്ന ഭാഗത്ത്
ബാക്കി 2 ലെയേഴ്സും ഫോം ചെയ്യാൻ തുടങ്ങി. അതാണ് ഡോട്ടഡ് ലൈൻസിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം കാണാം അല്ലേ, നമുക്കിങ്ങനെ ക്യാപ്പ് പോലെ ഒരു സ്ട്രയേഷൻ പോലെ എൻറ്റയർ ആ സെല്ലിൻ്റെ നീളത്തിൽ ഇങ്ങനെ ഫോം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ക്യാപ്പ് പോലെ വെളിയിലേക്ക് കാണപ്പെടുന്ന ആ ഒരു സ്ട്രയേഷൻ എന്താണ്, ആ ലൈൻ പോലത്തെ സ്ട്രയേഷൻ എന്താണ്? നേരത്തെ ഉണ്ടായിരുന്ന സെൽ വാൾ മെറ്റീരിയലാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ക്യാപ്പ് പോലെ വെളിയിലേക്ക് ഇങ്ങനെ 2 വശത്തും ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് ബാക്കി 2 വാൾ മെറ്റീരിയൽസാണ്. വെളിയിലത്തെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് വാൾ മെറ്റീരിയലായ കൈറ്റിനും പിന്നെ മിഡിൽ വാൾ മെറ്റീരിയൽ ആയ വെക്റ്റിനും കൂടെയാണ്. കണ്ടോ? ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ക്യാപ് സെൽസ് ഫോം ചെയ്യുന്നത്, ഇങ്ങനെയാണ് ക്യാപ്പ് ഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് റീപ്രൊഡക്ഷനെ പറ്റി പഠിക്കാം. ഇവിടെ 3 തരത്തിലുള്ള റീപ്രൊഡക്ഷൻ ഉണ്ട്: വെജിറ്റേറ്റീവ്, എസെക്ഷൽ ആൻഡ് സെക്ഷൽ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ്. എസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് സൂസ്പോർസ് വഴിയും എക്കൈനൈറ്റ്സ് വഴിയുമാണ്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എല്ലാ ആൽഗയിലും പറയുന്ന പോലെ തന്നെയാണ് ഇവിടുത്തെ സൂസ്പോർസും എക്കൈനൈറ്റ്സും. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഊഗമസ് ആണ്, അതായത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഊഗമസിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ഫീമെയിൽ ആൻഡ് മെയിൽ സെക്സ് ഓർഗൻസ് വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ട്. അപ്പോൾ ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ് ലാർജർ, അതിന് പറയുന്ന പേര് ഊഗോണിയം എന്നാണ്. മെയിൽ സെക്സ് ഓർഗൻ പറയുന്ന പേര് ആന്ത്രീഡിയം എന്നാണ്. ഇനി ഈ ഈടഗുണത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, സെക്സ് ഓർഗൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 2 സ്പീഷീസ് ആയിട്ട് ഈടഗുണത്തിന് തരംതിരിക്കാം: മെക്രാൻഡ്രസ് ആൻഡ് നാനാൻഡ്രസ്. അപ്പോൾ ആദ്യം നമുക്ക് മെക്രാൻഡ്രസ് സ്പീഷീസ് എന്താണെന്ന് നോക്കാം. മെക്രാൻഡ്രസ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഉണ്ടാകുന്ന ഫിലമെൻറ്റ്സ് രണ്ടും ഒരുപോലെ ഇരിക്കും. അത് മോർഫോളജിക്കലി സിമിലർ ആയിരിക്കും. അപ്പോൾ ഇതിൽ ഈ മെക്രാൻഡ്രസ് സ്പീഷീസ് മൊണീഷ്യസും ഡയീഷ്യസും ഉണ്ട്. അതായത് ഒരു ഫിലമെൻറ്റിനകത്ത് തന്നെ 2 സെക്സ് ഓർഗൻസും ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് മൊണീഷ്യസ് എന്ന് പറയുന്നത്. 2 ഡിഫറെൻറ്റ് ഫിലമെൻറ്റ്സിൽ 2 സെക്സ് ഓർഗൻസ് കാണപ്പെടുന്നതിന് പറയുന്ന പേരാണ് ഡയീഷ്യസ്. അപ്പോൾ ഇത് മൊണീഷ്യസ് ആകാം അല്ലെങ്കിൽ ഡയീഷ്യസും ആകാം. ഇനി നനാൻഡ്രസ് സ്പീഷീസ് എന്ന് പറയുമ്പം നനാൻഡ്രസ് സ്പീഷീസിൽ ഫിലമെൻറ്റ്സ് ഡിഫറെൻ്റ് ആണ്, ഡയീഷ്യസ് ആണ്. അതായത് നനാൻഡ്രസ് സ്പീഷീസിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഫിലമെൻറ്റ്സ് വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ക്ലിയർലി ഡിഫറെൻറ്റ് ഫിലമെൻറ്റ്സ് ആയിട്ട് തന്നെ മോർഫോളജിക്കലി ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. എങ്കിൽ തന്നെയും ഈ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഒരു ഫിലമെൻറ്റിൽ തന്നെ വളരാം. നേരത്തെ നമ്മൾ മെക്രാൻഡ്രസ് പറഞ്ഞതുപോലെ തന്നെ മൊണീഷ്യസ് ആകാം അല്ലെങ്കിൽ ഡയീഷ്യസും ആകാം. നനാൻഡ്രസ് സ്പീഷീസിൽ മൊണീഷ്യസ് ആൻഡ് ഡയീഷ്യസ് സ്പീഷീസ് ഉണ്ട് കേട്ടോ. പക്ഷേ നനാൻഡ്രസിൻ്റെ പ്രത്യേകത എന്താണ്? ഫിലമെൻറ്റ്സ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫിലമെൻറ്റ്സ് ഇപ്പം ഡയീഷ്യസ് ആണെങ്കിൽ അത് രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. മനസ്സിലായി? ഡയീഷ്യസ് ആണെങ്കിൽ, ഡയീഷ്യസ് എന്ന് പറഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് 2 ഡിഫറെൻറ്റ് ഫിലമെൻറ്റ്സിലാണ് ഫോം 2 ഡിഫറെൻറ്റ് ഫിലമെൻറ്റ്സിൽ ഫോം ചെയ്യുന്നതിനെയാണ് ഡയീഷ്യസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഡയീഷ്യസ് ആണെങ്കിൽ അത് രണ്ട് മോർഫോളജിക്കലി ഡിസിമിലർ ഫിലമെൻറ്റ്സ് ആയിട്ടായിരിക്കും കാണുന്നത്. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ ആന്ത്രീഡിയം ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല. ആന്ത്രീഡിയം ഉണ്ടാവുന്നതിന് മുൻപ് ആദ്യം ഒരു സ്പോർ ഉണ്ടാവും. അതിൻ്റെ പേരാണ് ആൻഡ്രോസ്പോർ. ഈ ആൻഡ്രോസ്പോറിൽ നിന്ന് ഒരു ചെറിയ ഒരു ഫിലമെൻ്റ് ഉണ്ടാവും. ഇതിനാണ് ഡോർഫ് മെയിൽ ഫിലമെൻ്റ് അല്ലെങ്കിൽ നാനാൻഡ്രിയം എന്ന് പറയുന്നത്. ഈ നാനാൻഡ്രിയത്തിനകത്താണ് ആന്ത്രീഡിയം ഉണ്ടാകുന്നത്. ഇത്രയും മനസ്സിലായല്ലോ? അപ്പോൾ ഈ ആൻഡ്രോസ്പോർ ജെർമിനേറ്റ് ഉണ്ടാകുന്നത് ആൻഡ്രോസ്പൊറാഞ്ചിക്കകത്താണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ ഒന്നും കൂടെ പറയാം. നനാൻഡ്രസ് സ്പീഷീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നനാൻഡ്രസ് സ്പീഷീസിനകത്തും നമുക്ക് മൊണീഷ്യസ് ആൻഡ് ഡയീഷ്യസ് സ്പീഷീസ് ഉണ്ട്. അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഒരു സിംഗിൾ ഫിലമെൻറ്റിൽ ഉണ്ടാകുന്നതിനെയാണ് മൊണീഷ്യസ് എന്ന് പറയുന്നത്. 2 ഡിഫറെൻറ്റ് ഫിലമെൻറ്റ്സിൽ ഉണ്ടാകുന്നതിനെയാണ് ഡയീഷ്യസ് എന്ന് പറയുന്നത്. എങ്കിൽ തന്നെയും നനാൻഡ്രസ് സ്പീഷീസിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ ഫിലമെൻറ്റ്സ് മോർഫോളജിക്കലി ഡിസിമിലർ ആണ്. എന്നാൽ മെക്രാൻഡ്രസ് എന്താണ് പറഞ്ഞത്? മെക്രാൻഡ്രസിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഫിലമെൻറ്റ്സ് ഒരുപോലെ ഇരിക്കും. ഓക്കെ, സിമിലറാണ്, മോർഫോളജിക്കലി സിമിലറാണ്. ഇവിടെ മോർഫോളജിക്കലി ഡിസിമിലറാണ്. പിന്നെ ഇവിടെ വേറൊരു ഡിഫറൻസ് പറഞ്ഞു. ഇവിടെ ആന്ത്രീഡിയം ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല. പിന്നെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ആന്ത്രീഡിയം ഉണ്ടാവണമെങ്കിൽ ആദ്യം ഒരു ആൻഡ്രോസ്പൊറാഞ്ചിയ ഉണ്ടാവണം. അതിനകത്ത് ആൻഡ്രോസ്പോർ ഉണ്ടാകും. ഈ സ്പോർ ജെർമിനേറ്റ് ചെയ്തിട്ട് ഒരു നനാൻഡ്രിയം ഉണ്ടാകും. നനാൻഡ്രിയം എന്ന് പറയുന്നത് ഒരു ചെറിയ ഫിലമെൻ്റാണ്. ആ ഫിലമെൻറ്റിനകത്താണ് ആന്ത്രീഡിയം ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നനാൻഡ്രസ് സ്പീഷീസും മൊണീഷ്യസും ഡയീഷ്യസും ഉണ്ട്. അപ്പോൾ മൊണീഷ്യസ് ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഗൈനാൻഡ്രോസ്പോറസ്. ഡയീഷ്യസ് ആണെങ്കിൽ ഇഡിയാൻഡ്രോസ്പോറസ് എന്ന് പറയും.
അപ്പോൾ ഗൈനാൻഡ്രോസ്പോറസ് എന്ന് പറയുമ്പം ഇവിടെ ഊഗോണിയയും ആൻഡ്രോസ്പൊറാഞ്ചിയയും ഒരു സെയിം ഫിലമെൻറ്റിൽ ഡെവലപ്പ് ചെയ്യുന്നു. ഇഡിയാൻഡ്രോസ്പോറസിൽ ഊഗോണിയയും ആൻഡ്രോസ്പൊറാഞ്ചിയയും സെപ്പറേറ്റ് ഫിലമെൻറ്റ്സിൽ ഡെവലപ്പ് ചെയ്യുന്നു. ഇനി മെക്രാൻഡ്രസ് സ്പീഷീസിൻ്റെ സെക്സ് ഓർഗൻസിൻ്റെ ഫോർമേഷനെ പറ്റി പഠിക്കാം. ഇവിടെ ആന്തറീഡിയയും ഊഗോണിയയും ഒന്നുകിൽ ടെർമിനൽ പൊസിഷനിലോ അല്ലെങ്കിൽ ഇൻ്റർകാലറി പൊസിഷനിലോ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇവിടെ ആന്തറീഡിയ ഉണ്ടാകുന്നത് ക്യാപ്സെൽസിൽ നിന്നാണ്, അതുപോലെ ഊഗോണിയ ഉണ്ടാകുന്നത് ക്യാപ്സെൽസിൽ നിന്നാണ്. അപ്പോൾ ആന്തറീഡിയ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ക്യാപ്സെലിൽ നിന്ന് എങ്ങനെയാണ് ആന്തറീഡിയം ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ക്യാപ്സെല്ല് 2 അൺഈക്വൽ സെൽസായിട്ട് ഡിവൈഡ് ചെയ്യും. അൺഈക്വൽ എന്ന് പറയുമ്പം ഒരു മേളിൽ ഒരു ചെറിയ സെല്ലും താഴെ ഒരു വലിയ സെല്ലും ഉണ്ടാവും. ഈ ചെറിയ സെല്ലാണ് ആന്ത്രീഡിയൽ സെല്ലായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ആന്ത്രീഡിയമായിട്ട് മാറുന്നത്. താഴത്തെ സെല്ല് സിസ്റ്റർ സെല്ലായിട്ടിരിക്കും. ഈ സിസ്റ്റർ സെല്ല് വീണ്ടും ഡിവൈഡ് ചെയ്ത് വീണ്ടും മേളിലൊരു ചെറിയ ആന്ത്രീഡിയൽ സെല്ലും താഴെ ഒരു ചെറിയ സിസ്റ്റർ സെല്ലുമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതൊരു ക്യാപ്സെല്ലാണെങ്കിൽ ഈ ക്യാപ്സെല്ല് 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇങ്ങനെ അൺഈക്വൽ ഡിവിഷൻ. മേളിലത്തത് ആന്ത്രീഡിയമായിട്ട് മാറും, അത് ആദ്യത്തെ ആന്ത്രീഡിയമായിട്ട് A1 എന്നിടാം. താഴത്തെ സിസ്റ്റർ സെല്ലാണ്, ഈ സിസ്റ്റർ സെല്ല് വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യും, അതും അൺഈക്വൽ ഡിവിഷനാണ്. മേളിലത്തത് A2 ഒരു രണ്ടാമത്തെ ആന്ത്രീഡിയൽ സെല്ലായിട്ട് മാറും, A2. മനസ്സിലായോ? ഇനി വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് മേളിലത്തെ വീണ്ടും ആന്ത്രീഡിയൽ സെല്ല്, താഴത്തെ വീണ്ടും സിസ്റ്റർ സെല്ലായിട്ടും, അപ്പോൾ A3. അങ്ങനെ റോസ് ഓഫ് ആന്ത്രീഡിയൽ സെൽസ് ഫോം ചെയ്യും. ഇത്രയും മനസ്സിലായല്ലോ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഓരോ ആന്ത്രീഡിയൽ സെല്ലിനകത്തുള്ള പ്രോട്ടോപ്ലാസം എന്തായിട്ട് മാറും? സ്പേംസ് ആയിട്ട് മാറും. സ്പേംസിന് പറയുന്ന മറ്റു പേരുകളാണ് ആന്ത്രോസൂയിഡ്സ് അല്ലെങ്കിൽ സ്പെർമറ്റോസൂയിഡ്സ്. ഇനി സ്പേംസ് എന്ന് പറയുന്നത് ഫ്ലജലേറ്റഡ് സ്ട്രക്ചേഴ്സ് ആണ്. അതിനൊരു ബീക്ക് പോലത്തെ ആൻറ്റീരിയർ എൻഡ് ഉണ്ട്. ഫ്ലജല്ലാസ് ഒരുപാടുണ്ട്, മൾട്ടി ഫ്ലജലേറ്റഡ് ആണ്. റിങ് പോലെയാണ് ഫ്ലജല്ല ഇരിക്കുന്നത്, അതായത് ഒരുപാട് ഫ്ലജല്ലാസ് ഉണ്ടായിരിക്കും. പിന്നെ സ്പിറിക്കൽ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഇനി ഊഗോണിയം എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഊഗോണിയവും ടെർമിനലോ ഇൻ്റർകാലറി പൊസിഷനിലോ ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ക്യാപ്സെൽസിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഈ ക്യാപ്സെൽ, ഒരു സിംഗിൾ ക്യാപ്സെല്ലിൽ നിന്ന് ഒരു സിംഗിൾ ഊഗോണിയം ഉണ്ടാവും. അതും ഇതുപോലെ ഊഗോണിയം അൺഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് മേളിലത്തെയാണ് ഊഗോണിയമായിട്ട്, ക്യാപ്സെല്ല് അൺഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മേളിലത്തത് ഊഗോണിയമായിട്ട് മാറുന്നു, താഴത്തത് സിസ്റ്റർ സെല്ലായിട്ട് മാറുന്നു. ഈ സിസ്റ്റർ സെല്ലിനെ നമ്മളിവിടെ സഫൾട്ടറി സെല്ലെന്നും പറയുന്നു, അല്ലെങ്കിൽ സപ്പോർട്ടറി സെല്ലെന്നും പറയുന്നു. ഇതിനൊരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം. അതെന്താണെന്ന് ഇപ്പോൾ പറയാം. അപ്പോൾ ഊഗോണിയം മെച്ചറായി കഴിയുമ്പോൾ അത് കുറച്ചും കൂടെ വലുതാകും, സ്പിറിക്കൽ അല്ലെങ്കിൽ എലിപ്സോയിഡൽ ഷേപ്പിൽ മാറും. പിന്നെ ഊഗോണിയം മെച്ചറായി കഴിയുമ്പോൾ ഊഗോണിയത്തിൻ്റെ വാള് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ചെറിയ ഒരു പോർ അവിടെ ഉണ്ടാകും. അതിൽ കൂടെ അകത്ത് നിന്ന് ഒരു മ്യൂസിലേജ്, ഒരു ഡ്രോപ്പ് ഓഫ് മ്യൂസിലേജ് മേളിലേക്ക് വന്ന് നിൽക്കും. എന്തിനാണ്? സ്പേംസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നനാൻഡ്രസ് സ്പീഷീസിലെ സെക്സ് ഓർഗൻസ് ഫോർമേഷനാണ് ഇതുപോലെ തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ആന്ത്രീഡിയ ഉണ്ടാകുന്നതിന് പകരം ആന്ത്രോസ്പൊറാഞ്ചിയാണ് ആദ്യം ഉണ്ടാകുന്നത്, അല്ലേ? പക്ഷേ ഊഗോണിയ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉണ്ടാകുന്നു. ആൻഡ്രോസ്പോർസ്, അതായത് ആൻഡ്രോസ്പൊറാഞ്ചിയയിൽ നിന്ന് ആൻഡ്രോസ്പോർസ് ഡെവലപ്പ് ചെയ്യുന്നു. ആൻഡ്രോസ്പോർസ് മെച്ചറായി കഴിയുമ്പം അത് വെള്ളത്തിലേക്ക് ലിബറേറ്റ് ചെയ്തിട്ട് അത് പോയി ചെന്ന് ഊഗോണിയത്തിൻ്റെ താഴത്തെ സഫൾട്ടറി സെല്ലിലെ അവിടെ സെറ്റിൽ ഡൗൺ ചെയ്യും. അപ്പോൾ ഇപ്പോൾ പറയുന്ന നനാൻഡ്രസ് സ്പീഷീസിൻ്റെ കാര്യമാണ്. നനാൻഡ്രസ് സ്പീഷീസിൽ നേരത്തെ പറഞ്ഞതുപോലെ ഊഗോണിയം ഡെവലപ്പ് ചെയ്യുന്നത് ക്യാപ്സെല്ലിൽ നിന്നാണ്. ആന്ത്രീഡിയത്തിന് പകരം ആൻഡ്രോസ്പൊറാഞ്ചിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതുപോലെ ആ ഫിലമെൻറ്റിൽ ഇങ്ങനെ ഇതുപോലത്തെ ഒരു സാക്ക് പോലത്തെ സ്ട്രക്ചർ ഉണ്ടാവുന്നു. ഇതാണ് സ്പൊറാഞ്ചിയ എന്ന് പറയുന്നത്. അതിനകത്ത് കുഞ്ഞു കുഞ്ഞു സ്പോർസുകൾ ഉണ്ടാവുന്നു. ഈ സ്പോർസാണ് ആൻഡ്രോസ്പോർസ്. ആൻഡ്രോസ്പോർസ് ഇതുപോലെ ബ്രേക്കായി വെളിയിൽ വരുന്നു. വെളിയിൽ വന്ന് വെള്ളത്തിൽ വന്നു കഴിയുമ്പോൾ അത് നേരെ പോയിട്ട് ഈ ഊഗോണി എവിടെയാണോ ഉള്ളത്, ഊഗോണിയത്തിൻ്റെ തൊട്ട് താഴെ ഒരു സിസ്റ്റർ സെൽ ഉണ്ടെന്ന് പറഞ്ഞില്ല, അവിടെ കയറി അറ്റാച്ച് ചെയ്തിരിക്കും. മനസ്സിലായോ? അറ്റാച്ച് ചെയ്തിരുന്നിട്ട് അത് ഡെവലപ്പ് ചെയ്യും, അത് വലുതാകും, ജെർമിനേറ്റ് ചെയ്യും. അത് ജെർമിനേറ്റ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ നാനാൻഡ്രിയമായിട്ട് മാറും, അല്ലെങ്കിൽ ഡോർഫ് മെയിൽ ഫിലമെൻ്റ് ആയിട്ട് മാറും. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ഇവിടെ പിക്ചറിൽ കാണിച്ചിരിക്കുകയാണ്, ഒന്ന് നോക്കുക. ഇതാണ് ഊഗോണിയം, അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ക്യാപ്സെല്ലിൽ നിന്നാണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ക്യാപ്സെല്ലിൻ്റെ റെമനൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, കണ്ടോ? ഇനി ഊഗോണിയത്തിൻ്റെ തൊട്ട് താഴെ കാണുന്നതാണ് സഫൾട്ടറി സെല്ല്, സിസ്റ്റർ സെല്ല്. ഈ സിസ്റ്റർ സെല്ലിൻ്റെ മേളിലേക്ക് ആൻഡ്രോസ്പോർസ് വന്ന്
അറ്റാച്ച് ചെയ്യും. ആൻഡ്രോസ്പോർ ഒന്നിൽ കൂടുതൽ വന്ന് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് ഓരോന്നും ഓരോ ഫിലമെൻ്റ് ആയിട്ട് മാറും. ആ ഫിലമെൻ്റ് കുഞ്ഞു ഫിലമെൻ്റ് ആയിരിക്കും, ഡോർഫ് ഫിലമെൻ്റ് ആയിരിക്കും. ആ ഫിലമെൻറ്റിൻ്റെ ഏറ്റവും എപ്പിക്കൽ എൻഡിലായിരിക്കും ആന്ത്രീഡിയം വരുന്നത്. കണ്ടോ, ഇതാണ് ആന്ത്രീഡിയം. ആന്ത്രീഡിയൽ സെൽസ് റോസ് പോലെ ആന്ത്രീഡിയൽ സെൽസ് ഉണ്ടാവും. അപ്പം നമുക്കറിയാം ആന്ത്രീഡിയൽ സെല്ലിനകത്തിരിക്കുന്ന പ്രോട്ടോപ്ലാസമാണ് സ്പേംസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ സ്പേംസ് ഊഗുണ്യത്തിനകത്ത് കയറി ഓവമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ടായിട്ട് മാറുന്നു. സൈഗോട്ട് അവിടെ ഇരുന്നു കൊണ്ട് മിയോട്ടിക് ഡിവിഷൻ വഴി 4 യൂണിന്യൂക്ലിയേറ്റഡ് ഹാപ്ലോയിഡ് സൂസ്പോർസിനെ ഉണ്ടാക്കുന്നു. ഇതിനെ മിയോ സൂസ്പോർസ് എന്നാണ് പറയുന്നത്. മൾട്ടി ഫ്ലജല്ലേറ്റഡ് ആണ് ഈ മിയോ സൂസ്പോർസ്. അപ്പോൾ ഈ സൂസ്പോർസ് സ്വിം ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു? ഡയറക്റ്റ് ആയിട്ട് ജെർമിനേറ്റ് ചെയ്ത് ഒരു പുതിയ ഈഡഗോണിയം ഫിലമെൻ്റ് ആയിട്ട് മാറുന്നു. അപ്പം ഈ മിയോ സൂസ്പോർസിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഈഡഗോണിയം ഫിലമെൻ്റ് ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ ലൈഫ് സൈക്കിൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്. മെക്രാൻഡ്രസ് സ്പീഷീസിൽ കാണുന്ന ലൈഫ് സൈക്കിളാണ് പറയുന്നത്. സെക്സ് ഓർഗൻസ് ആന്ത്രീഡിയം ഊഗോണിയ ആണ്. ഇവിടെ ആന്ത്രീഡിയ ഡയറക്റ്റായിട്ട് ഫോം ചെയ്യുന്നു ഫിലമെൻറ്റിൽ. വെജിറ്റേറ്റീവ് പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. ആന്ത്രീഡിയത്തിൽ നിന്ന് ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആന്ത്രോസൂയിഡ്സ്, ഒന്നിൽ കൂടുതലല്ല, മീൻസ് 2 ആന്ത്രോസൂയിഡ്സ് അല്ലെങ്കിൽ സ്പേംസ് ഉണ്ടാകുന്നു. അത് നേരെ സ്വിം ചെയ്ത് ഊഗോണിയത്തിൽ പോയി അറ്റാച്ച് ചെയ്തിട്ട് ഊഗോണിയത്തിൽ ഇരിക്കുന്ന ഓവമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ഒരു ഡിപ്ലോയിഡ് സൈഗോട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. സൈഗോട്ട് മിയോട്ടിക് ഡിവിഷൻ വഴി 4 മിയോസ്പോർസ് ആയിട്ട് മാറുന്നു. വിച്ച് ഇൻ ടേൺ അങ്ങനെ ആ 4 മിയോസ്പോർസും ഓരോന്നും ഡെവലപ്പ് ചെയ്ത് ഒരു ഹാപ്ലോയിഡ് ഈഡഗോണിയൽ ഫിലമെൻ്റ് ആയിട്ട് മാറുന്നു. ഇനി അടുത്തത് നനാൻഡ്രസ് സ്പീഷീസിൻ്റെ ലൈഫ് സൈക്കിളാണ്. സെയിം തന്നെയാണ്, മെക്രാൻഡ്രസ് പോലെ തന്നെയാണ് ഇവിടെ. പക്ഷേ ഇവിടെ എന്താണ്, ആന്ത്രീഡിയ ഡയറക്റ്റായിട്ട് ജെർമിനേറ്റ് ചെയ്യില്ല. അതിന് പകരം ആൻഡ്രോസ്പൊറാഞ്ചിയാണ് ആദ്യം ഉണ്ടാകുന്നത്. അതിനകത്ത് ആൻഡ്രോസ്പോർസ് ഡെവലപ്പ് ചെയ്യുന്നു. ഈ സ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു? നാനാൻഡ്രിയമായിട്ട് മാറുന്നു. അതിനകത്താണ് ആൻഡ്രീഡിയം ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ഈ നനാൻഡ്രിയം ചെന്നിട്ട് ഊഗോണിയത്തിൻ്റെ സഫൾട്ടറി സെല്ലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ആൻഡ്രോസ്പോർസ് ചെന്ന് ഇതുപോലെ ഊഗോണിയത്തിൻ്റെ സഫൾട്ടറി സെല്ലിലായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് അതവിടെ ഇരുന്നുകൊണ്ട് നാനാൻഡ്രിയമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഇനി ഓരോ നാനാൻഡ്രിയത്തിൻ്റെ ഏറ്റവും ടിപ്പിലായിട്ട് ആന്ത്രീഡിയം ഉണ്ടാകുന്നു. ഇനി ഓരോ ആന്ത്രീഡിയത്തിൻ്റെയും പ്രോട്ടോപ്ലാസം 2 സ്പേംസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ സ്പേംസ് യൂഗോണിയായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. യൂഗോണിയത്തിനകത്തിരിക്കുന്ന ഓവമായിട്ട് ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകും. ഓക്കെ, ഈ സൈഗോട്ട് എന്തായിട്ട് മാറുന്നു? മിയോ സൂസ്പോർസ് ആയിട്ട് മാറിയിട്ട് ഒരു സൈഗോട്ടിൽ നിന്ന് 4 മിയോ സൂസ്പോർസ് ആണ് ഉണ്ടാകുന്നത്. അതിൽ ഓരോ മിയോ സൂസ്പോറും ഓരോ പുതിയ ഇഡഗോണിയൽ പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു, ജെർമിനേറ്റ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ.